എൻ്റെ ഭാര്യ മാത്രം എന്താണ് ഇങ്ങനെ? അവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. വിവാഹം കഴിയുന്ന സമയത്തും എനിക്ക് അവളെ പരിചയമുള്ളപ്പോഴൊക്കെ അവൾ എന്ത് ഹാപ്പി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഇപ്പം എന്താണാവോ, എപ്പോൾ നോക്കിയാലും പരാതിയാണ്, സങ്കടങ്ങളാണ്. അവളുടെ ഒരു വേറെ മുഖമാണ് ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത്. വീട്ടിൽ കയറാൻ തന്നെ ഒരു ഇൻട്രസ്റ്റും ഇല്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് എൻജോയ് ചെയ്യാറ്. ഇങ്ങനെ പറയുന്ന ഒരുപാട് ഹസ്ബൻഡുമാരുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ചെറിയൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പരാതിപ്പെട്ടികളായിട്ടുള്ള ഭാര്യമാരെ കുറിച്ചിട്ടാണ്. എനിക്ക് ശരിക്കും ഇതിനെ പറ്റിയിട്ട് രണ്ടുപേരോട് സംസാരിക്കാനുണ്ട് കേട്ടോ. ഭാര്യമാരോടും അതുപോലെ തന്നെ ഭർത്താക്കന്മാരോടും രണ്ടുപേരോടും സംസാരിക്കാനുണ്ട്. ശരിക്കും നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. ഞാൻ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് അറിയോ, ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെടുന്ന ആ ഒരു സമയത്തൊക്കെ ഭയങ്കരമായിട്ടും ഭയങ്കര നെർവസ് ആയിരിക്കും. അവളായിട്ടായിരിക്കില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടാവുക. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ പുതിയൊരു ചുറ്റുപാടിൽ കൊണ്ടാക്കുമ്പോൾ നമ്മൾ വളർത്തി വലുതാക്കിയ ഒരു രീതിയുണ്ട്. അതായത് നമ്മൾ ആ കുടുംബത്തെ നല്ലവണ്ണം കൊണ്ടുപോകണം, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ കുറച്ച് നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചിട്ട് തന്നെയായിരിക്കും മിക്ക പാരൻസും മക്കളെ പറഞ്ഞയക്കുന്നത്, പെൺകുട്ടികളെ. അതുകൊണ്ട് ഒരു വീട്ടിലേക്ക് എത്തി അവിടെ ഒന്ന് നമ്മൾ പിടിച്ച് വരുമ്പോഴേക്കും ഇനി അവിടുത്തെ പാരൻസ് നല്ല സപ്പോർട്ടീവ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് സിങ്കാവാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും ഒരു പെൺകുട്ടി അവൾ എങ്ങനെയാണോ ബിഫോർ മാരേജ് ഉണ്ടായിരുന്നത് അതുപോലെ അവൾക്ക് വിവാഹം കഴിഞ്ഞ കുറച്ച് നാളുകളൊന്നും അങ്ങനെ ആകാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ആ ഫാമിലിയിലുള്ളവരുടെ സപ്പോർട്ട് സ്നേഹമൊക്കെ അനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യം. അതുപോലെ തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടാണ്. കാരണം നമ്മൾ കല്യാണം കഴിക്കുന്നത് ആ ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ആ വ്യക്തിയുടെ സപ്പോർട്ടാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അത് കഴിഞ്ഞാണ് ബാക്കിയുള്ളത്. ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ ലക്കിയാണ്. ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല എന്നും പറയുന്നില്ല, പക്ഷേ ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. സ്നേഹമുള്ളിടത്തും അഭിപ്രായങ്ങളുള്ളിടത്തും തീർച്ചയായും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും ക്ഷമിക്കാനും ഒക്കെയുള്ളൊരു സ്പേസ് അത് പാരൻസും കൊടുക്കണം, അതുപോലെ തന്നെ ഹസ്ബൻഡും കൊടുക്കണം, ഈ വൈഫ് പറയുന്ന വ്യക്തിയും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഭയങ്കര സ്മൂത്താണ് ഈ റിലേഷൻഷിപ്പൊന്നും. വലിയ പ്രശ്നങ്ങളായ കാര്യങ്ങളൊന്നും അല്ല. എന്നാൽ നേരെ മറിച്ച് ഇതിനാരും തയ്യാറാവുന്നില്ല. ഈഗോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അമിതമായിട്ടുള്ള ഭയം. എനിക്ക് തോന്നുന്നു പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അധികവും ഉണ്ടാകുന്നത് ഈ അമിതമായിട്ടുള്ള ഭയമാണ്. എന്തെങ്കിലും ചോദിക്കാൻ, ഈവൻ വീട്ടിൽ പോകേണ്ട ഒരു പെർമിഷൻ ചോദിക്കാൻ പോലും ഈ ഒരു പേടിയായിരിക്കും മിക്ക പെൺകുട്ടികൾക്കും ഉണ്ടാവുക. അങ്ങനെ വരുന്നൊരു സാഹചര്യമൊക്കെ ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളീ പറയുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ചെറിയ ചെറിയ സങ്കടങ്ങളായി തുടങ്ങി പിന്നീട് അതൊരു പരാതിയായി മാറി അങ്ങനെ പോകുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ ആരും തന്നെ അവരുടെ ഹസ്ബൻഡിനോട് എപ്പോഴും ഒരു പരാതിപ്പെട്ടിയായിട്ട് തീരാൻ ആഗ്രഹിച്ചു കൊണ്ടൊന്നല്ല എല്ലാ പ്രശ്നങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെ കേൾക്കാനുള്ള ഏറ്റവും നല്ലൊരു ആളായിട്ട് കണ്ടിട്ട് തന്നെയാണ്, ഏറ്റവും ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളായിട്ട് കണ്ടിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മളുടെ പാരൻസിനോട് നമ്മളുടെ എല്ലാ ചെറിയ ചെറിയ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് വല്ലാതെ വിഷമം തോന്നും. കാരണം അവർ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയതല്ലേ നമ്മളെ. അപ്പോൾ നമ്മളുടെ ചെറിയ ചെറിയ സങ്കടങ്ങൾ പോലും നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ പാരൻസിന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതാണ് അവിടെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യണം. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നമ്മൾ പ്രാപ്തരാവണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ ഇത് തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നിട്ട് അവരെന്തെങ്കിലും സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ആ ചുറ്റുപാടിൽ നിന്നുള്ള അങ്ങനെ പല കാര്യങ്ങളായിരിക്കും. അതായത് ആ വീടും വീട്ടുകാരെയും നിങ്ങളെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിഷയത്തിൻ്റെ പേരിലായിരിക്കും ആ കുട്ടി സഫർ ചെയ്യുന്നുണ്ടാവുക. സോ അത് കേൾക്കാൻ നിങ്ങളും ബാധ്യസ്ഥരാണ്. കേൾക്കുക, സമാധാനിപ്പിക്കുക, അവളെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പെൺകുട്ടികളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പുറത്ത് ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരാണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് റിലാക്സ് ആവാനും ഹാപ്പി ആയിട്ടിരിക്കാനും അവരും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ നമ്മളുടെ പരാതികളുടെ കെട്ടിങ്ങനെ അഴിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് അവർ ചിലപ്പോൾ നമ്മളോട് ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കാനായിരിക്കും നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ടാവുക, നമ്മളോട് നല്ല ഹാപ്പിയായി സംസാരിക്കാനായിരിക്കും വരുന്നുണ്ടാവുക. അല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലും അങ്ങനെ നല്ല ആൾക്കാരെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ വരുമ്പം തന്നെ നമ്മളുടെ നെഗറ്റീവ് പറയാൻ തുടങ്ങും. മീൻസ് ചിലപ്പോൾ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അത് ഭൂരിഭാഗം ഫാമിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കില്ല മിക്കവാറും അടിയുടെ കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ചിലപ്പോൾ വീട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ നാട്ടുകാരായിരിക്കാം, അങ്ങനെയുള്ള എന്തെങ്കിലും മാറ്റേഴ്സ് ആയിരിക്കും മിക്കവാറും.
അത് പലർക്കും ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുന്ന ഒരു ഇതുണ്ടാവുന്നെങ്കിൽ ആദ്യം വന്ന് കയറുമ്പോൾ തന്നെ സംസാരിക്കാതെ അവരോട് കൂളായിട്ട് ഒരുപാട് നേരം സംസാരിച്ചതിന് ശേഷം നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഡീൽ ചെയ്യുക. അല്ലാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയണം കേട്ടോ. പറയാതിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഒരാൾ മാത്രം ഇതിൽ സഫർ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. സോ അവരുടെ പാരൻസിൻ്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിലും അവരറിയണം തീർച്ചയായിട്ടും. അതെന്താണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായാലും പറയണം. നമ്മൾ സംസാരിക്കാൻ തന്നെ വേണം നമ്മളുടെ ഹസ്ബൻഡിനോട്. സോ നമ്മളത് സാഹചര്യം നോക്കുക. ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ്സായിട്ട് വരുന്ന സമയത്ത് നമ്മളത് പറയാതെ അവസരങ്ങൾ നോക്കിയിട്ട് സംസാരിക്കുക. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കരുത്. അതിപ്പോഴും ഞാൻ പറയാം, ഒരു കാര്യവും അറിയാതിരിക്കരുത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. നമ്മളുടെ ഏറ്റവും നല്ല ഫ്രണ്ടായിട്ട് നമ്മളെ ഭർത്താവിനെ കാണാം. അപ്പോൾ അതുപോലെ നേരെ തിരിച്ചിട്ടും വൈഫിനെയും കാണാം. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഭാര്യയെ നിങ്ങളൊരു നല്ല സുഹൃത്തായി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോവാൻ തയ്യാറാവുന്ന ഒരു പോരാളിയെ അവളിൽ കാണാൻ പറ്റും. നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയെയും നിങ്ങൾക്ക് അവരിൽ കാണാനായിട്ട് പറ്റും. കാരണം പല റോളിലേക്ക് വരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഈ ഭാര്യ എന്ന് പറയുന്നത്. ഈ ഭാര്യയുടെ പൊസിഷനിലേക്ക് വരാൻ പലർക്കും പറ്റിയെന്നും വരില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്ഥാനമുണ്ട്. അമ്മയ്ക്ക് അമ്മയുടേതുണ്ട്, പെങ്ങളുടേതുണ്ട്, എല്ലാവർക്കും. അതായത് പെങ്ങൾക്ക് പെങ്ങളുടേതുണ്ട്, ബ്രദറിനാണെങ്കിൽ ആ സ്ഥാനമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. വൈഫിനും വൈഫിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. അല്ലാതെ ഒരു അടിമയായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്തു തരേണ്ട ഒരു വ്യക്തിയായിട്ടോ, നിങ്ങളെ കുടുംബത്തെ നോക്കി മുന്നോട്ട് മാത്രം പോകണം അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടോ മാത്രം കാണരുത്. കാരണം അവളും നിങ്ങളുടെ പോലെ തന്നെ ഒരു ജീവനാണ്. അവളുടെ ജീവനും അവളുടെ ജീവിതത്തിനും വളരെ വാല്യൂ ഉള്ളത് തന്നെയാണ്. സോ അവൾ തീർച്ചയായിട്ടും നിങ്ങൾ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെയും അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പോവുള്ളൂ. അതങ്ങനെയാണ്. ഓരോ സ്ത്രീകളുടെയും മൈൻഡ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇനി അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്തായാലും 100% ആൾക്കാരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും ഈ ഫാമിലിയെ പിരിച്ചു കൊണ്ടുപോകണമെന്നൊന്നും ആഗ്രഹിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളോട് സ്നേഹമായി പെരുമാറിയിട്ടുണ്ട്, അതിൻ്റെ 10 ഇരട്ടി തിരിച്ചു കൊടുക്കാനേ അവർ നോക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഇത് അല്ലാത്തവരുണ്ടാവാം, ഉള്ളവർക്ക് എനിക്ക് താഴെ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കും. പക്ഷെ ഞാനിപ്പം പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ, ഇനി സ്നേഹിച്ചാലും ശരി സ്നേഹിച്ചിട്ടില്ലെങ്കിലും ശരി, നമ്മളുടെ ഉത്തരവാദിത്തങ്ങളും നമ്മളുടെ കടമയിൽ നിന്നൊന്നും നമുക്കൊരിക്കലും ഒളിച്ചോടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനം കിട്ടുന്ന ഒരു കാര്യമല്ല. സോ ഡെഫിനറ്റായിട്ടും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ സ്നേഹത്തോടെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളൊരു മൈൻഡിലൂടെ മുന്നോട്ട് പോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇത് ലൈഫിൽ മനസ്സമാധാനം കൊണ്ടുവരാൻ വേണ്ടി, അത് ഏത് കാര്യത്തിലും നമുക്ക് മനസ്സമാധാനം കൊണ്ടുവരാൻ വേണ്ടി, ഈവൻ നമ്മളുടെ മക്കളിൽ നിന്ന് പോലും ഒന്നും പ്രതീക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതിലേക്ക് എൻ്റെ മൈൻഡിനെ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എളുപ്പമൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, നമ്മൾ പടിയിൽ നിന്ന് താഴെ വീഴുന്ന പോലെ തലയും കുത്തി വീഴാറുണ്ട്. പക്ഷേ എന്നാലും അതൊരു കോൺഫിഡൻസാണ്. എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കുന്നുണ്ട്. സോ ഞാൻ ഡെഫിനറ്റായിട്ടും അതിന് ഞാൻ പ്രാക്ടീസ് ചെയ്ത് പോകുന്നു. ഇതെൻ്റെ ശരിയാണ്, ഇതെൻ്റെ മാത്രം ശരിയാണ്. ഓക്കെ, എല്ലാവർക്കും അങ്ങനെ ശരിയും തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനും ഇതുപോലൊരു പരാതിപ്പെട്ടിയാണ് കേട്ടോ. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും, ചെറിയ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും ഒക്കെ ഞാൻ ഏട്ടനോട് പറയായിരുന്നു. ചിലപ്പോൾ ഞാൻ ആദ്യം ഒന്നും ഈ അവസരങ്ങൾ നോക്കാതെയായിരുന്നു കേട്ടോ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റെസ്പോൺസ് ആയിരിക്കില്ല അവരിൽ നിന്ന് നമുക്ക് കിട്ടുക. സോ അന്നേരം നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത് കൂളാകുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോഴാണ് അത് ഈ പറഞ്ഞ പോലെ എന്നോട് എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ സംസാരിക്കുക. കാരണം നമ്മൾ ഭയങ്കര പ്രഷറിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് എന്ന് പറയുമ്പോഴാണ് നമുക്ക് അറിയാത്ത എല്ലാവരും അങ്ങനെ ഓപ്പണായി സംസാരിക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ ഈ സംസാരിച്ചാൽ ഓപ്പൺ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാവുള്ളൂ. കുറേയൊക്കെ നമുക്ക് പറയാതെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പറഞ്ഞു തിരുത്തുക, കുറേ കഴിയുമ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും. അതങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ പ്രശ്നങ്ങളൊന്നും പറയില്ല എന്നല്ലേ, എൻ്റെ എല്ലാ ചെറുതും വലുതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ ഏട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ചൊറ എന്നൊക്കെ തോന്നുന്നുണ്ടാവും പലർക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏത് പ്രശ്നമായാലും എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നേരെ മറിച്ച് മൂപ്പർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞാൻ അങ്ങേയറ്റം മൂപ്പരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മൂപ്പരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് മൂപ്പർക്കും നല്ല ധാരണയുണ്ട്. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയാനുള്ളൊരു സ്പേസും ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട്. അത് എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, ഞാൻ ഈ പറയുന്ന എൻ്റെ ലൈഫും 100% ഹാപ്പി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു ലൈഫ് ഉണ്ടാവുകയില്ല. കാരണം സന്തോഷവും സങ്കടങ്ങളൊക്കെ ഇടകലർന്നത് തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുമ്പോഴൊക്കെയാണ് ഇതിൻ്റെ ഡെപ്ത് കുറച്ചും കൂടെ കൂടി വരുന്നത്.
അപ്പോൾ എന്താ പറയുക, എനിക്ക് വേണ്ടുന്ന സ്പേസും എനിക്ക് വേണ്ടുന്ന ബഹുമാനവും ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്ന് ഏട്ടൻ ആദ്യമേ പറയായിരുന്നു കേട്ടോ. അത് എനിക്ക് വലിയൊരു ഉപദേശമായിട്ടാണ് പറയേണ്ടത്. നമ്മൾ വിവാഹം കഴിച്ചൊരു വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിലും എന്ത് ആണെങ്കിലും നമ്മൾ നമ്മളുടെ വ്യക്തിത്വം കാത്ത് സൂക്ഷിക്കണം. നമ്മൾ ആർക്കും അടിയറവ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളായിട്ട് ജീവിക്കുക. ചെറിയ വായിൽ വെള്ളിയാണ്, ചെറിയ ചെറിയ കോംപ്രമൈസ് കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും വേണ്ടി വരും. അത് നമ്മൾ ചെയ്യുക. നമുക്ക് കോമൺ സെൻസ് ഇല്ലേ, നമ്മളെല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്കതിനെപ്പറ്റി ചിന്തിക്കാനുള്ളൊരു ബോധമില്ലേ. അപ്പോൾ അത് നോക്കിയും കണ്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരാളുടെ അടിമയായി എല്ലാം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ജീവിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ജീവിതം ജീവിക്കാതിരിക്കുന്നതാണ് ഭേദം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാ പേരൻസ്, ഇപ്പോൾ പേരൻസിനാണെങ്കിൽ പേരൻസിൻ്റെ ബഹുമാനം കൊടുക്കുക, അതിനുള്ള സ്പേസ് കൊടുക്കുക, എല്ലാ കാര്യങ്ങളും കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മളുടെ വാല്യൂ നമ്മൾ കീപ്പ് ചെയ്യുക. നമുക്ക് നമ്മളുടെ പേരൻസിനോട് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഇപ്പം നമ്മളുടെ ഇൻലോസിനോട് ചോദിച്ച് ചെയ്യാനുള്ള ഭയം കാരണം ചെയ്യാതിരിക്കുക. അങ്ങനത്തെ ഒരു കാര്യവും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ പാരൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളെ പാർട്ട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്ത് ചെയ്യുക. കാരണം ഇതൊന്നും അംഗീകരിക്കാതെ ഒരുപാട് ഇൻലോസിനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ പാരൻസിന് ചെയ്യാനുള്ള കടമയും നമ്മളുടെ ഇൻലോസിനോട് നമ്മൾ ചെയ്യാനുള്ള കടമയും ഒക്കെ ഇത് രണ്ടും തുല്യം തന്നെയാണ്. സോ ഇത് നമ്മൾ ചെയ്തിരിക്കണം. അത് പുരുഷനായാലും സ്ത്രീയായാലും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പുരുഷന്മാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കൂടെ പോയിട്ട് എൻജോയ് ചെയ്യാം. പക്ഷേ ഒരു നിമിഷം ആലോചിച്ച് നോക്കും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പാരൻസിനെയും നിങ്ങളുടെ കുട്ടിയൊക്കെ നോക്കിയിട്ട് ഇരിക്കുന്ന നിങ്ങളുടെ ഭാര്യയ്ക്കും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോവാ എന്ന് വിചാരിച്ചാൽ അവർക്കും ഫ്രണ്ട്സൊക്കെ കാണും, അവർക്കും അങ്ങനെ പോവാന്നൊക്കെ വിചാരിച്ചാൽ പറ്റും. പക്ഷേ അവരങ്ങേയറ്റം കോംപ്രമൈസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ മനസ്സിനെ അത്ര അങ്ങോട്ട് തള്ളിക്കളയണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളൊന്നൊപ്പം വന്ന് രണ്ട് വർത്തമാനം പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഒരു ഭാര്യ ഒരു ഭർത്താവിന് എത്രമാത്രം വില കൊടുക്കുന്നുണ്ട് എന്നുള്ളതുണ്ടല്ലോ. ശരിക്കും ഞാനിപ്പോൾ ഒരു വൈഫായിരിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവും എത്രമാത്രം ഉണ്ട് എന്നുള്ളത്.